ഫൊക്കാനയുടെയും ഫോമായുടെയും ഇലക്ഷൻ അടുക്കും തോറും നമുക്കറിയാം ആരുടെ പക്ഷത്ത് നിൽക്കണമെന്നുള്ളതിനെപ്പറ്റി മിക്കവാറും ആളുകൾ സന്ദേഹപ്പെടുന്നു. പ്രധാനപ്പെട്ട കാര്യം എല്ലാവരും നമ്മുടെ സുഹൃത്തുക്കളാണ്. അപ്പോൾ പിന്നെ ആരെ തുണയ്ക്കും, ആരെ കൊള്ളും, ആരെ തള്ളും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ പിന്നെ ആ ഒരു പക്ഷത്ത് നിൽക്കാതെ സ്വതന്ത്രനായിട്ട് നമ്മൾ രണ്ടു കൂട്ടരെയും പിന്തുണയ്ക്കുന്ന രീതിയിൽ നിൽക്കുക എന്നുള്ളതല്ലാതെ ഒരു ഞാനിന്മേൽ കളിയാണ്. എങ്കിൽ കൂടി അതായിരിക്കും ഏറ്റവും നല്ലതെന്ന് തോന്നുന്നു. അപ്പോൾ ഈ അവസരത്തിൽ ഇപ്പോൾ ഉയർന്നു കേൾക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണം പണത്തിൻ്റെ ഒരു പ്രസക്തി ഉണ്ടാവാൻ പാടില്ലാത്തതാണ് ഇങ്ങനെയുള്ള ഇലക്ഷനിൽ, സംഘടനാ ഇലക്ഷനിൽ. കാരണം ഈ ഫൊക്കാനയിലോ ഫോമായിലോ പ്രസിഡൻറ്റോ സെക്രട്ടറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്ഥാനം കിട്ടിയതുകൊണ്ട് 10 പൈസയുടെ നേട്ടമില്ല എന്ന് മാത്രമല്ല, കയ്യിലിരിക്കുന്ന പണം ചിലവാകുക, പണം മാത്രമല്ല സമയം ചിലവാകുക, നമ്മുടെ എനർജി ഇതെല്ലാം ചിലവാകുക എന്നല്ലാതെ നമുക്ക് പ്രത്യേകിച്ചൊരു ബെനിഫിറ്റ് ഒന്നും ഉണ്ടാവുന്നില്ല. ആകപ്പാടെ കിട്ടാൻ പോകുന്നത് ഈ മലയാളിയിലും ഒക്കെ പടവും ചില വാർത്തകളും ഒക്കെ വരും. ഇതാണ് ആകെ കിട്ടാൻ പോകുന്നൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഈ പണത്തിൻ്റെ കാര്യത്തെപ്പറ്റിയുള്ളൊരു പരാതി പരക്കെ ഉയർന്നിരിക്കുന്നത്. അപ്പോൾ അത് ഫോമായിൽ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്. ഏതെങ്കിലും വ്യക്തികൾ ഇലക്ഷന് വോട്ട് ചെയ്യാൻ വേണ്ടി പണം ചോദിക്കുക, അല്ലെങ്കിൽ റൂം ചോദിക്കുക, യാത്രക്കൂലി ചോദിക്കുക, അങ്ങനെയൊക്കെ ചെയ്താൽ അങ്ങനെ കൊടുക്കുന്ന സ്ഥാനാർത്ഥിക്ക് പിന്നെ അടുത്ത 2 ടേമിലേക്ക് അവരെ അയോഗ്യരാക്കും. അടുത്ത 2 ടേമിലേക്ക് അവർക്ക് ഇലക്ഷൻ നിൽക്കാനോ ഒന്നും പറ്റില്ല. അതുപോലെ ചോദിക്കുന്ന ആൾക്കും അത് തന്നെ സംഭവിക്കും. എന്ന് മാത്രമല്ല, ഈ വ്യക്തികൾക്ക് മാത്രമല്ല, പല അസോസിയേഷനുകളും ഇതുപോലെ പൈസ ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ 7 പേരുണ്ട്, ഞങ്ങളങ്ങ് വന്നേക്കാം, ഞങ്ങൾക്കപ്പോൾ റൂം സംഘടിപ്പിച്ച് തരണം, അല്ലെങ്കിൽ യാത്രാക്കൂലി തരണം, ഈ രീതിയിൽ, അല്ലെങ്കിൽ രജിസ്ട്രേഷന് മറ്റ് ചിലവുകൾ. അപ്പോൾ അത് ചില സംഘടനകൾക്കൊക്കെ ചുരുക്കമായിട്ടെങ്കിലും സ്ഥാനാർത്ഥികളൊക്കെ അതിന് വശംവദരാകുന്നുവോ എന്നാണ് സന്ദേഹപ്പെടേണ്ടിയിരിക്കുന്നത്. പലരും ആ ഭീഷണിക്ക് ഒക്കെ ഇല്ലെങ്കിൽ ഞങ്ങൾ വരില്ല എന്ന് പറയുമ്പം ഇവർ വന്നില്ലെങ്കിൽ പിന്നെ എന്തു ചെയ്യും എന്നുള്ളത് കൊണ്ട് ഇത് കൊടുക്കാൻ തയ്യാറാകുന്ന സ്ഥാനാർത്ഥികളും ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ അത് ഖേദകരമാണ്. അങ്ങനെ ചോദിക്കുന്നതും കൊടുക്കുന്നതും രണ്ടും ഖേദകരമാണ്. ഒരു രജിസ്റ്റർ ചെയ്ത് ഒരു സംഘടനയുടെ സമ്മേളനത്തിന് പോകാൻ പറ്റാത്തവർ പിന്നെ അവർ വോട്ട് ചെയ്യണമെന്ന് പറയുന്നത് അവരുടെ വോട്ട് കൊണ്ട് ഒരർത്ഥവുമില്ല. അവർ കാശ് കൊടുത്ത് അവരുടെ വോട്ട് മേടിച്ചിട്ട് തന്നെ ഒരു കാര്യവുമില്ല. ഇപ്പോൾ ഈ വോട്ടിന് ഇത്ര പ്രാധാന്യം വന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ കഴിഞ്ഞ ഭരണഘടനാ ഭേദഗതിയിൽ ഫോമായി വന്നതാണ്. ഫൊക്കാന, വേൾഡ് മലയാളി കൗൺസിൽ, വേൾഡ് മലയാളി ഫെഡറേഷൻ, ഇങ്ങനെയൊക്കെയുള്ള കേന്ദ്ര സംഘടനകളിൽ അംഗമായിട്ടുള്ളവർ ഇവിടെ വന്ന് വോട്ട് ചെയ്യാൻ പാടില്ല. അവർ ഡെലിഗേറ്റ് ആകാൻ പറ്റത്തില്ല. കാരണം ഇത് തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട്. 2 കൂട്ടരും ഏകദേശം ഒരേ രീതിയിലാണ്, ഒരേ ആശയങ്ങളോടുകൂടി പ്രവർത്തിക്കുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. അതുകൊണ്ട് അവർക്കിവിടെ ഡെലിഗേറ്റ് ആകാൻ പറ്റില്ല എന്ന്. അപ്പം ഡെലിഗേറ്റുകൾക്കൊരു പെട്ടെന്നൊരു പ്രാധാന്യം കൂടി ഈ രണ്ടിടത്തും പോകുന്നത് കൊണ്ട് കൂടുതൽ പേര് ഡെലിഗേറ്റ് ആകാനായിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴത് കുറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഒരു പ്രവർത്തനമോ ഒന്നുമില്ല, സംഘടനയുമായിട്ട്, കേന്ദ്ര സംഘടനയായിട്ടൊന്നും ഒരു ബന്ധമില്ലാത്ത പ്രാദേശിക സംഘടനകൾ വരെ ഇപ്പോൾ അവർക്ക് പെട്ടെന്നൊരു ക്ലൗട്ട് ഇങ്ങ് വന്നിരിക്കുന്നു. പലരും ആവശ്യപ്പെടുന്ന ഇതാണ്, ഞങ്ങൾക്ക് പണം തരണം, പണം തന്നാൽ ഞങ്ങൾ വോട്ട് ചെയ്യാൻ വരാം, ഞങ്ങൾ ഇത്ര പേര് വോട്ട് ചെയ്യും, എൻ ബ്ലോക്കായിട്ട് ഞങ്ങൾ വന്ന് വോട്ട് ചെയ്യും, ഈ മുറി കിട്ടണം, അല്ല രജിസ്ട്രേഷൻ്റെ ഭാഗമായിട്ടാണല്ലോ മുറി കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ ചോദിക്കാൻ ഒരു ഉളുപ്പും ഇല്ല എന്ന് കാണുന്ന ചില സംഭവങ്ങൾ പലരും ശ്രദ്ധയിൽപ്പെടുത്തി ചിലരിങ്ങനെ ഓഫർ ചെയ്യുന്നു, അത് ചിലർ അങ്ങോട്ട് ചോദിക്കുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ചില കാര്യങ്ങൾ നേരിട്ടും അല്ലാതെയും അറിയുന്ന ഒരു സ്ഥിതി വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അത് കഷ്ടമാണ്. നമുക്ക് ഒരു സംഘടനാ പ്രവർത്തനത്തിൽ എന്തായാലും ഒരു സമ്മേളനത്തിൽ പോയി ഒരു സമ്മേളനത്തിന് രജിസ്റ്റർ ചെയ്ത് പോകാൻ മാത്രം കഴിവില്ലാത്തവർ പിന്നെ പോയിട്ട് കാര്യമില്ല. അതിന് മാത്രം കഴിവില്ലാത്തവർ ഈ സംഘടനാ പ്രവർത്തനത്തിൽ ഉണ്ടാകും എന്ന് തോന്നുന്നുമില്ല. ഇത് എങ്ങനെയെങ്കിലും തരം കിട്ടിയാൽ 4 കാശുണ്ടാക്കാം, ആരുടെയെങ്കിലും പെടലിക്ക് വെച്ച് കൊടുക്കാം എന്നുള്ളൊരു ചിന്താഗതി നമ്മുടെ മലയാളികൾക്കുള്ളതാണല്ലോ. മറ്റുള്ളവരെ ഒന്ന് വഹിക്കുക, അവസരം കിട്ടിയാൽ, നമുക്കില്ലാഞ്ഞിട്ടല്ല, പിന്നെ വഹിക്കുക. ഇനി ഇല്ലാത്തവരാണെങ്കിൽ കൂടി ഇങ്ങനെയുള്ള കാര്യത്തിന് സ്വയം കണ്ടെത്തണം. അല്ലാതെ മറ്റൊരാളെ പിഴിഞ്ഞെടുക്കുക എന്നുള്ളത് ശരിയായ ഒരു കാര്യമല്ല. പ്രത്യേകിച്ച് ഈ ഫോമായിലും ഫൊക്കാനയിലും ഒക്കെ പ്രസിഡന്റുമാരും ഭാരവാഹികളൊക്കെ ആകുന്ന പലരെയും കാണാറുണ്ട്. അപ്പോൾ ഈ 2 വർഷത്തിന് ശേഷം പിന്നീട് അവരെ നമ്മളാരും കാണുന്നുമില്ല. കണ്ടാൽ തന്നെ നമ്മളാരും മൈൻഡ് ചെയ്യുന്നുമില്ല. അവർക്ക് ആ പരിവേഷമോ അല്ലെ ആ പ്രാധാന്യമോ ഒട്ടില്ലതാനും. അവരിങ്ങനെ പഴയ മുൻ പ്രസിഡൻറ്റും മുൻ സെക്രട്ടറിയും ഒക്കെ ആയിട്ട് അവർ നമ്മളോടൊപ്പം നടക്കുന്നു. അപ്പോൾ അതാണ് അവസ്ഥ. അപ്പോൾ യാതൊരുവിധ
സാമ്പത്തിക നേട്ടമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള നേട്ടമോ ഇല്ലാത്തൊരു പൊസിഷനാണ്. അപ്പോൾ ഇതൊരു സാമൂഹ്യ സംഘടനയാണ്. ആ രീതിയിൽ തന്നെയാണ് പൊക്കാനായും ഫോമായും ഒക്കെ പോകേണ്ടത്. അപ്പോൾ അതിൽ പണത്തിനൊരു പ്രസക്തിയില്ല. ഇപ്പോൾ ഇതിൽ ഏറ്റവും നല്ലത് ഞാൻ ഓർക്കുന്നുണ്ട്, ഈ 1996 ഇലക്ഷൻ. അന്ന് ആണ് ജയമാത്യു സാറ് ഇലക്ട് ചെയ്യപ്പെടുന്നത്. എതിരാളി മാത്യു കൊക്കൂറ. അപ്പോൾ കൊക്കൂറ ജയിക്കുമെന്നാണ് പൊതുവിൽ കരുതുന്നത്. മുൻ ജനറൽ സെക്രട്ടറി ആയിരുന്നു കൊക്കൂറ. പക്ഷേ അവിടെ ആ ഇലക്ഷൻ മീറ്റിങ്ങിൽ മാത്യു സാറിൻ്റെ പ്രസംഗം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ആളുകളെല്ലാം മാത്യു സാറിൻ്റെ ഭാഗമായി തീർന്നു. അപ്പോൾ അത്രേ വാസ്തവം പറഞ്ഞാൽ ഒരു ക്ലാസ് മുറിയിൽ ക്ലാസ് മോണിറ്ററുടെ ഇലക്ഷൻ നടക്കുന്ന പോലെ ആ അവസാന നിമിഷം നടക്കേണ്ട ഒരു കാര്യമാണ് ഈ ഇലക്ഷൻ. അല്ലാതെ ഒരു വർഷം മുമ്പ് മുതലേ പ്രചാരണം തുടങ്ങി ലോകം മുഴുവൻ ഓൾ അമേരിക്ക പോവുക. ഒന്ന് ആലോചിച്ച് നോക്കിയേ, കേരളത്തിലാണെങ്കിൽ കേരളം ഇട്ടാവട്ടത്തിലുള്ള ഒരു സ്റ്റേറ്റാണ്. അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റും. അതും ഇലക്ഷനത്തിന് 3 ആഴ്ചയോ 4 ആഴ്ചയോ ഒക്കെ കൊണ്ട് ഇലക്ഷൻ പ്രചാരണം അവസാനിച്ച് കഴിയും. ഇതല്ല, ഒരു വർഷത്തിലേറെ നീണ്ടു നിൽക്കുന്ന പ്രചാരണവും സ്ഥലങ്ങൾ സന്ദർശിക്കുക. അതും അമേരിക്ക പോലെ വിശാലമായൊരു ഭൂഖണ്ഡം മുഴുവൻ സന്ദർശിക്കുക. അപ്പോൾ ഒരുപാട് പണച്ചെലവും ഒരുപാട് അധ്വാനവും വേണ്ടി വരുന്ന ഒരു കാര്യമായിട്ട് ഈ ഇലക്ഷൻ മാറിയിരിക്കുന്നു. അതും ഒന്ന് അവസാനിക്കേണ്ട ഒരു കാര്യമായിരിക്കുന്നു. അവസാന നിമിഷം ഇലക്ഷന് വേണ്ടി നിൽക്കുന്നവർ രംഗത്ത് ആ അവസാന നിമിഷം തീരുമാനിച്ചാൽ മതി. അവസാന നിമിഷത്തേക്ക് ഒരാഴ്ച മുമ്പോ വല്ലതും പത്രിക മേടിച്ചിട്ട് ആ സമയത്ത് അവർ വന്ന് അവിടെ അവരുടെ പ്രകടനം അനുസരിച്ച് ഇലക്ഷൻ നടത്താവുന്നതേ ഉള്ളൂ. അത്രയ്ക്ക് മാത്രമുള്ള ഒരു പ്രാധാന്യമേ അതിന് കൊടുക്കാവുള്ളൂ. പക്ഷേ അങ്ങനെയല്ല. ഇത് വലിയ അന്താരാഷ്ട്ര മത്സരം പോലെ, അമേരിക്കൻ പ്രസിഡന്റ് ഇലക്ഷൻ പോലെയൊക്കെ ഒരു വർഷം മുമ്പ് മുതലേ ഇതിനു വേണ്ടി പൈസ മുടക്കുകയും ആളുകളെ വിളിക്കുകയും നിരന്തരം വിളിക്കുകയും വീണ്ടും വിളിക്കുകയും പിന്നെ ഒടുവിൽ അവർ ഫോൺ എടുക്കാതിരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഇതെല്ലാം ഒരു തുടർക്കഥ പോലെ തുടരുന്നു. ഇതിങ്ങനെ ഓരോ 2 വർഷവും ഈ നാടകം ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. അതിൻ്റെ ഇടയ്ക്കാണ് ഈ പണത്തിൻ്റെ ഈ കളി. ഇവരിങ്ങനെ മുടക്കുന്ന പണം, യാത്ര ചെയ്യുന്നതിനുള്ള പണം, അതുപോലെ തന്നെ ആളുകളെ വിളിക്കുന്നതിനും മറ്റങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ഈ ഫ്ലയർ ഉണ്ടാക്കുന്നതും സോഷ്യൽ മീഡിയയിലുള്ള പ്രചാരണമൊക്കെ, ഇതിനൊക്കെ എന്താണ് സാമ്പത്തിക നേട്ടം? ജയിച്ചു കഴിഞ്ഞാൽ ഒരു സാമ്പത്തിക നേട്ടമില്ല, പിന്നെയും കയ്യിൽ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് നമ്മുടെ ആളുകൾക്ക് ഉണ്ടാവേണ്ടതുണ്ട്. ഇവർ ഒരു സൗജന്യമായി ചെയ്യുന്നൊരു വോളണ്ടറി വർക്കാണ്. അപ്പോൾ അത് അവരെ മുതലാക്കുന്നത് ശരിയല്ല. അവരുമായിട്ട് ഒത്തുപോകണം. എന്ന് മാത്രമല്ല, ഒരു സിവിക് സെൻസ് നമുക്കും ഉണ്ടാവണം. ഇങ്ങനെയുള്ള സംഘടനാ പ്രവർത്തനത്തിന് നമുക്ക് താല്പര്യം വേണം. അതിനുവേണ്ടി നമ്മൾ രജിസ്റ്റർ ചെയ്ത് അവിടെ പോകണമെങ്കിൽ അത് ചെയ്യാൻ കഴിവുള്ളവർ പോയാൽ മതി. അതിന് പോവുക. അങ്ങനെയൊക്കെയുള്ള ഒരു മാനസികാവസ്ഥ ഇല്ലാത്തവർ ഈ സംഘടനയിൽ പ്രവർത്തിച്ചിട്ടും കാര്യമില്ല. അപ്പോൾ അങ്ങനെയുള്ളവരെ പിടിച്ചു വലിച്ച് കൊണ്ടുവരുന്ന ഒരവസ്ഥയും ശരിയല്ല. എന്തായാലും ഇതിനൊരു ഈ പണത്തിൻ്റെ പണത്തിൻ്റെ ഒരു അതിപ്രസരം ഈ ഇലക്ഷനിൽ ഉണ്ടാവാൻ പാടില്ല. ഒരു കാരണവശാലും പണം ഉപയോഗിച്ച് വോട്ട് മേടിക്കുന്നതോ അല്ലെ വോട്ടിന് വേണ്ടി പണം ചോദിക്കുന്നതോ ഇതൊന്നും ആശാസ്യമല്ല. നമ്മളൊക്കെ ആ തരത്തിലേക്ക് തരം താഴുന്നതും ശരിയല്ല. അപ്പോൾ അതിനൊരു മാറ്റം ഉണ്ടാവും. പണം കൊടുക്കരുത്, പണം വാങ്ങരുത്. ഇനി ആരെങ്കിലും പണം കൊടുക്കുകയോ പണം വാങ്ങുകയോ ചെയ്താൽ അവർ സംഘടനയ്ക്ക് പുറത്ത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശരിയായ തീരുമാനം.